സിനിമ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം. എന്ത് വേഷം എന്നുള്ള രണ്ടാമത്തെ കാര്യമല്ലേ. കാരണം നമ്മള് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതമാർഗമായിട്ട് മാറിയല്ലോ അത്. ഞാനിപ്പോൾ ഡിഗ്രി എടുത്ത് അച്ഛൻ പണ്ടേ പറയാറുള്ളത് എന്താ വെച്ചാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. അത് പണ്ട് എല്ലാവരും മക്കളോട് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു. ഡിഗ്രി എടുക്കണം എങ്ങനെയെങ്കിലും, അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പക്ഷെ അച്ഛൻ അഭിനയിക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അത് വേറെ കാര്യം. അറിയാലോ അച്ഛൻ നാടകക്കാരൻ ഒക്കെ ആയിരുന്നു. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോ എന്റെ കൂടെ പഠിച്ച ആ സമയത്തുള്ള ആൾക്കാരൊക്കെ MCA പഠിക്കാൻ അതിന്റെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു തന്നെ പറയാം. അതിന്റെ ഒരു പ്രിപ്പറേഷൻ ക്ലാസ് ഇല്ലേ, അല്ലെങ്കിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഈ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവുകയും പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറെ പടങ്ങൾ വന്നു. മറ്റേതൊക്കെ ഓരോ വർഷം ഓരോ സിനിമകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഉഗ്രം ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ ഇങ്ങനെ കുറെ സിനിമകൾ ഇപ്പൊ വന്നപ്പോ അതിൽ ഇങ്ങനെ വലിയ വലിയ ക്യാരക്ടേഴ്സ് അല്ല, ചെറിയ ചെറിയ ക്യാരക്ടേഴ്സും കുറെ വേഷങ്ങളുണ്ട് ഇങ്ങനെ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സിനിമ അറിയാതെ ഞാനങ്ങനെ സിനിമ നടനായി പോയി. പിന്നെ ജീവിതമാർഗമായി. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമകൾ കിട്ടുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മൾ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നു, ഏറ്റവും ഇഷ്ടമുള്ള തൊഴിൽ, അതിലൊരു സന്തോഷം. അഭിനയം അതിപ്പോ എത്ര പിന്നെ റിപ്പീറ്റേഷൻ ആണെങ്കിലും അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതിൽ നമുക്ക് ഈ പറഞ്ഞ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം പോലെ ഇരിക്കും. അത് ഓരോ ഡയറക്ടേഴ്സ് അതിന് വേണ്ടി മുതിരണം. ഇയാളെ ഇമേജ് ബ്രേക്ക് ചെയ്തൊരു സാധനം കൊടുക്കാം, അല്ല ഇയാളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തരണം. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി മെനക്കെട്ടിട്ട് അതിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ വളരെ വീക്ക് അറിയാലോ.